ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇങ്ങനെയൊക്കെ വന്ന് സ്വാഗതം പറഞ്ഞിട്ട് കുറേ നാളായല്ലേ? ഇങ്ങനെയൊക്കെ ഞാൻ വന്ന് സ്വാഗതം പറഞ്ഞിട്ട് കുറേ നാളായി. നമ്മൾ ലൈവൊക്കെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്ന് സ്വാഗതം പറയാൻ നമ്മൾ വരാത്തത്. അല്ലെങ്കിൽ നമ്മൾ അന്നുള്ള വിശേഷങ്ങൾ വന്ന് ലൈവിൽ വന്ന് പറയുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനത്തെ വീഡിയോയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ ലൈവും വന്നിട്ട് കുറേ ദിവസമായി കേട്ടോ. കറക്റ്റ് ലൈവൊന്നും വരാൻ പറ്റുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ലൈവിൽ ചെന്നിരുന്ന കടാം കഥ പറയണം. കടാം കഥ പറയാൻ വയ്യാത്തത് കൊണ്ട് ലൈവ് ഇപ്പോൾ പോക്കില്ല. പനിയൊക്കെ പിടിച്ചിട്ട് വഴിയാധാരമായി ഇരിക്കുകയാണ്. സംസാരിക്കാനുള്ള ഒരു 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 പവർ അങ്ങോട്ട് പോരുന്നില്ല കേട്ടോ. അധികം സംസാരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. നമ്മൾ 1 മണിക്കൂറൊക്കെ ചെന്ന് ലൈവിൽ ചെന്നിരുന്ന വായി നോക്കി ഇങ്ങനെ വെറുതെ നിശ്ചലമായിട്ടിരിക്കാൻ പറ്റില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന മക്കളോടും നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന ചേച്ചിമാരോടും അനിയത്തിമാരോടും അവരോടും ഇവരോടൊക്കെ അവരൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് മറുപടി പറയണം. അപ്പം മറുപടി പറയാൻ ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ലൈവൊന്നും വരാത്ത. അപ്പം നമ്മൾ എല്ലാം ഓക്കെ ആയിട്ട് ഇതൊക്കെ കേൾക്കണമുണ്ടല്ലോ. നമ്മളെ ലൈവിൽ വരുന്ന മക്കളെന്നെ ഓട്ടിക്കും. ഇതൊക്കെ കേൾക്കണമെങ്കിൽ അവർ ഓട്ടിക്കും. അവർ പറയണമെന്ന് വെച്ചാൽ ഞാൻ വയ്യെന്ന് പറയുകയും ചെയ്യും, നിൽക്കുന്ന നിലയിൽ ലൈവും വരുമെന്ന്. അപ്പോൾ എന്തായാലും 2 ദിവസം കഴിയട്ടെ കേട്ടോ. എൻ്റെ ബോഡിയൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് ലൈവിൽ വരാം. അല്ലാതെ വന്നിരുന്ന ഒരു 10 മിനിറ്റും 15 മിനിറ്റും അരമണിക്കൂറൊന്നും ഇരുന്നിട്ടൊന്നും കാര്യമില്ലെന്നേ. ആരും അത്രയ്ക്ക് അങ്ങോട്ട് നമ്മളൊരു 1/2 15 മിനിറ്റൊക്കെ വന്നാലൊരു 10 25 പേരാവും. ഒരു 150 പേരെങ്കിലും വരണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇരിക്കണം. നല്ല ഫേമസ് ചാനലൊക്കെ ആയതുകൊണ്ട് ഒരു 1.5 മണിക്കൂറൊക്കെ ഇരുന്നാലേ 150 200 പേരെങ്കിലുമൊക്കെ കയറുള്ളൂ. അല്ലാതെ 15 മിനിറ്റോ അരമണിക്കൂറൊക്കെ വന്നിരുന്നിട്ട് കാര്യമില്ല. 10 25 പേര്. നമ്മുടെ സമയവും വേസ്റ്റ്, കാര്യമില്ല. അപ്പോൾ ഇന്ന് ഞാൻ കരുതി കുറേ നാളായില്ലേ ഇങ്ങനെ വന്ന് തള്ളി മറിച്ചിട്ട്. കുറേ നാളായില്ലേ ഞാൻ പറഞ്ഞില്ലേ, പറയുന്നതേ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അതിനു മുമ്പ് ഇങ്ങോട്ട് ചുമ എന്ന സാധനം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് ഇടുന്നില്ല. പണ്ടൊന്നും അങ്ങനെയല്ല. ഞാൻ നിത്യവും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. എനിക്ക് പാചകം ഇല്ലെങ്കിൽ, ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്ന വിശേഷം ഇല്ലെങ്കിൽ, ഞാൻ എന്തെങ്കിലും ഇതുപോലുള്ള എൻ്റെ വളവളത്ത കഥകളായിട്ടെങ്കിലും ഞാൻ നിത്യം വരുമായിരുന്നു. ഇപ്പം നമ്മൾ ലൈവൊക്കെ വന്നതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ എല്ലാം താളം തെറ്റി. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ് ചിലർ കേൾക്കും, ഇവർ പറയണത് ഇതിനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യണം? അപ്പം നമ്മളൊക്കെ അങ്ങനെ ആയിപ്പോയി. എല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. ആരും അത്രയ്ക്കൊന്നും പെർഫെക്റ്റ് അല്ല. പലരും പല ഇതാണ്. ചിലർ പറയുന്ന വാക്കുകളിനെ വീണ്ടും എടുത്തെടുത്ത് ഉപയോഗിക്കും. ചിലരങ്ങ് പടാന്ന് പറഞ്ഞുകൊണ്ട് പോകും. ദൈവം പലർക്കും പല രീതിയിലാണല്ലോ കഴിവ് കൊടുത്തേക്കണം. അപ്പം നമ്മുടെ കഴിവും നമ്മുടെ രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ നിങ്ങളുടെ കഥ പറയുന്നത്. അപ്പോൾ ഇന്ന് പൗർണമിയായിരുന്നു. അമ്പലത്തിൽ പോയി അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നു. നമുക്ക് പനിയൊക്കെ പിടിച്ച് 2-3 ആഴ്ചയായിട്ട് പനിയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ബോഡിയൊന്നും ഓക്കെ ഇല്ല. ഇവിടെ കാണാം, ഇവിടെയൊക്കെ എല്ലാം തള്ളി. അല്ലെങ്കിലും എല്ലൊക്കെ തള്ളി. എന്നാലും ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ തള്ളി ശേഷിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാവേണ്ട. എവിടെ പോകണമല്ലേ, ശരിയാവും. എല്ലാം ഞാൻ തന്നെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ എങ്ങനെ പണ്ടൊക്കെ ഫോൺ ഓൺ ചെയ്ത് വെച്ചാൽ എന്തോ ഒരു ചമ്മലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഫോൺ ഓൺ ചെയ്ത് നമ്മുടെ കൂട്ടുകാരെല്ലാം നമ്മളെ കാണുന്നുണ്ട്. നമ്മളെ കഥ ചടപടി കഥ പറയുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ജോലിക്കൊക്കെ പോയിട്ട് വന്നു. അപ്പം നാളെ മകരപ്പൊങ്കൽ, നാളെ അവധിയാണ്. അപ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ, എനിക്ക് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. അപ്പം നാളെയും പോകണം. ഇന്ന് പോയെങ്കിലും നമ്മൾ കുറേ ദിവസം കൂട്ടി പണിക്കിറങ്ങിയതല്ലേ, ഒരു 1-2 ആഴ്ച കൂട്ടി പണിക്കിറങ്ങിയതല്ലേ. അപ്പോൾ ബോഡി അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. പെട്ടെന്ന് നല്ല ഇതായിട്ടും ചെയ്യാൻ പറ്റില്ല. പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തൊക്കെ ഒതുക്കി അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ആ വഴിക്ക് അങ്ങ് പോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അമ്പലത്തിൽ പോയി പേരക്കുട്ടികൾ, എൻ്റെ ചെറുമക്കളൊക്കെ വന്ന്, മക്കൾക്കുമൊക്കെ വൈകിയായിരുന്നു, കുഞ്ഞുങ്ങളുമൊക്കെ വന്നിരുന്നു. അപ്പോൾ അതെല്ലാം അമ്പലവും വിശേഷവും അതൊക്കെ അങ്ങ് കഴിഞ്ഞ് ഞാൻ ഇനിയിപ്പോൾ കിടക്കാൻ മണിക്ക് നല്ല ക്ഷീണമുണ്ട്. അമ്പലത്തിൽ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് അമ്പലത്തിൽ ഈ സാധനമൊക്കെ വാങ്ങിയും പറക്കുകയും വന്ന് ആരുമില്ലപ്പാ. നമ്മളൊക്കെ തന്നെയാണ്, ഞാൻ തന്നെയാണ് വാങ്ങിക്കലും പറക്കലും ഒരുക്കലും കഴുകലും കൊടുക്കലും വാങ്ങലും ഒക്കെ ഞാനാണ്. എന്നെങ്കിലും എൻ്റെ അമ്മ അതിനുള്ള നന്മ എനിക്ക് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരിച്ചടി കിട്ടിയാലും പെട്ടെന്ന് എനിക്കാണ് കിട്ടണത്. നന്മ മാത്രം പതിയെ വരുന്നുള്ളൂ. നന്മ മാത്രമേ എനിക്ക് പതിയെ വരുന്നുള്ളൂ കേട്ടോ. ആപത്തുകൾ ചടയെന്ന് തരും. ആപത്തുകൾ എന്നെ അവിടുത്തെന്ന് വേണമെങ്കിൽ തരും. എന്നാൽ നന്മയും കൂടെ അങ്ങ് പെട്ടെന്ന് അതിൽ തന്നാൽ അത് തരൂല്ല. കുറേ പരീക്ഷണങ്ങൾ തന്നിട്ട് ഇടയ്ക്ക് ഇച്ചിരി ഒരു നന്മ തന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ കുടുംബക്കാരോട് എല്ലാം ഇപ്പം നിങ്ങളാണ്. എൻ്റെ കുടുംബവും കുടുംബവും എല്ലാം ഇപ്പം നിങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഒന്ന് കഥ പറയുന്നത്. നമ്മളിപ്പോൾ വീഡിയോ ഒന്നും ഇട്ടിട്ട് എന്തോ എനിക്കറിയത്തില്ല. നമ്മളെ വീഡിയോ ഒന്നും ആർക്കും ഇഷ്ടമില്ല. എന്നാണാവോ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കയറി വൈറലാവണം എൻ്റെ വള്ളി. ആ അതും അങ്ങ് പോട്ടെ, അതും അങ്ങ് വിട്ട്. നിങ്ങൾ വിചാരിക്കും തള്ളകിനി വട്ടായോ? വട്ടൊന്നുമല്ല, കാര്യം പറഞ്ഞതാണ്. നമ്മളിപ്പോൾ വീട്ടിലൊരാളോട് നമ്മൾ വിശേഷം പറയൂലേ, നമ്മളെ വീട്ടിൽ കുടുംബത്തിലുള്ളവരോട് നമ്മൾ പറയില്ലേ. നമ്മളിപ്പോൾ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് അറിയും, ഇന്ന് അവിടെ പോയപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ, ഇന്ന് അവിടെ പോയപ്പോൾ അങ്ങനെയായിരുന്നു, അപ്പടിയായിരുന്നു, ഇപ്പടിയായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ നമ്മൾ വീട്ടുകാരോട് പറയൂലേ. അതേ ഒരു മൈൻഡിൽ നിങ്ങളെടുത്താൽ മതി. നിങ്ങൾ എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഇപ്പം നിങ്ങളാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസത്തുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇങ്ങനെ വന്ന് കുറേയൊക്കെ ഞാൻ ലൈവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിത്യവും വന്ന് അന്നുള്ള വിശേഷം എൻ്റെ ലൈവിൽ വന്ന് ഞാൻ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ പൊതുവെ ഇപ്പോൾ വരാത്തത്. അപ്പോൾ വീഡിയോ വന്നിട്ട് 2-3 ലൈവൊക്കെ വന്നിട്ട് 2-3 ദിവസമായി. ലൈവൊക്കെ ഞാൻ ഓക്കെ ആയിട്ടേ വരുന്നുള്ളൂ. ഞാനും എൻ്റെ ബോഡിയൊക്കെ ഒന്ന് പവറായതിനു ശേഷം 1 മണിക്കൂറൊക്കെ ഇരുന്ന് നല്ല സ്മാർട്ടായിട്ട് ഇരുന്ന് കഥ പറയാൻ പറ്റിയതിന് ശേഷം ഞാൻ വരുള്ളൂ. അല്ലാതെ വന്നിരുന്ന് അരമണിക്കൂറും ഇരുന്നിട്ട് കാര്യമില്ല. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ലൈവ് ഇരിക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ലൈവ് ഇരിക്കണം. ഒരു 150-200 പേരെങ്കിലും കയറണമെങ്കിൽ. 150-200 പേരൊക്കെ ഒരു 2 ലക്ഷത്തിൻ്റെ പവറാണ് എനിക്ക്. 150-200 പേരെ നോക്കണമെങ്കിൽ 2 ലക്ഷത്തിൻ്റെ പവറാണ്. എന്നാലും നമ്മൾ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല കേട്ടോ. യൂട്യൂബിൽ നിന്ന് പോകുന്നിടത്തോളം പോട്ടെ. നമ്മൾ നിത്യം ഓരോ ജോലി വീട്ടിൽ ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മളും നിത്യം വീഡിയോസ് ഇട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഇട്ടിട്ട് പോകുന്നു. പോട്ടെ, കിടക്കട്ടെ, ആർക്കും ഒരു നഷ്ടമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഞാൻ കിടക്കാൻ പോണു കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, പനിയൊക്കെ പിടിച്ചതല്ലേ, റെസ്റ്റൊക്കെ എടുത്ത് ഇറങ്ങിയതാണേ. അപ്പോൾ ഇന്ന് നല്ല പണിയുണ്ടായിരുന്നു. റെസ്റ്റ് എടുത്തിട്ടൊന്ന് പണിക്കിറങ്ങിയപ്പോൾ ഇന്നും എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ, അമ്പലത്തിൽ നിന്ന് തന്നെ വീട്ടിൽ 40 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഓരോരോ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്താണെന്നല്ല, നമ്മളെ ഗൂഗിൾ പേക്കൊക്കെ വലിയ മിസ്റ്റേക്കാണ്. നമ്മൾ ഈ ഗൂഗിൾ പേ ഒക്കെ വന്നതിന് ശേഷം ഉണ്ടല്ലോ, ATM ഒക്കെ എവിടെയെന്ന് പോലും അറിഞ്ഞൂടാ. ATM ഒന്നും എവിടെയെന്നൊന്നും അറിഞ്ഞൂടാ. ഗൂഗിൾ പേയിൽ പൈസയൊക്കെ ഏതോ വഴിക്ക് പോയി എൻ്റെ ചെല്ലങ്ങളെ. 2-3000 രൂപ കടന്നു. പക്ഷേ ആർക്കൊക്കെ അയച്ചു കൊടുത്തു. അവിടെയും പണം ചെന്നില്ല, ഇവിടെ ഇപ്പം എൻ്റെ അക്കൗണ്ടിലും പണമില്ല. അക്കൗണ്ടിലും പണമില്ല, അയച്ചവർക്കും പണമില്ല. എവിടെ പോയാൽ അന്ന് എൻ്റെ പൈസയൊക്കെ അതും അങ്ങനെ അങ്ങ് പോട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ചേച്ചി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കിടക്കാൻ പോകുന്നു. ഇതിനിടയിൽ 1-2 ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ പറ്റി നോക്കട്ടെ. അമ്പലത്തിൽ പോയി ഭസ്മമൊക്കെ വരുമ്പോൾ പോറ്റി വയ്യെന്ന് പറഞ്ഞുകൊണ്ട് പോറ്റി വന്ന് നോക്കിയില്ല. ഭസ്മമൊക്കെ വരി അങ്ങ് തലയിൽ അങ്ങ് ചാർത്തി തന്നു കലാപരമായിട്ട്. വാരത്തിന് നെറ്റിയിലൊക്കെ വാരി പൂശിയിട്ടുണ്ട്. കുളിച്ചില്ല, ഇന്നലെ കുളിച്ച്. ഇന്ന് പുറം കഴിയിട്ടാണ് പോയത്. പോയി കുളിച്ചിട്ടൊക്കെ തന്നെ പോകണമെന്നൊന്നുമില്ല. നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, നമ്മുടെ ബോഡി ശുദ്ധമാണെങ്കിൽ, നമ്മളെ മനസ്സ് ശുദ്ധമാണെങ്കിൽ തല കുളിച്ചിട്ടും കുഴപ്പമില്ല സുഹൃത്തുക്കളെ. ഇനി ഇതൊന്നും കേട്ടിട്ട് ആരും നമ്മളെ പൊങ്കാല ഇടാൻ വരില്ല കേട്ടോ. ഇന്നലെ കുളിച്ചു. എന്നും കുളിക്കാൻ നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ല. പറയുന്നവർ പലതും പറയും, പറയട്ടെന്നേ. പറയുന്നവർക്കൊന്നും നമ്മുടെ ചിലവിന് കൊടുക്കണ്ടല്ലോ. പറയുന്നവർ പറയട്ടെ. അവരൊരു സൈഡിൽ കൂടെ പറയും, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ പോവും. ജനം പലവിധമാണ്, പലരും പല രീതിക്കാരിയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. 8 മിനിറ്റായി, തള്ളി 8 മിനിറ്റായി. ടാറ്റ, ബൈ ബൈ. കൂടുതലൊന്നും പറയുന്നില്ല. ഞാനങ്ങ് ഇടുന്നു. ആരെങ്കിലും കാണുന്നേ കാണട്ടെ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ കാണുന്നേ കാണട്ടെ. ടാറ്റ.